വിശ്വാസ സംരക്ഷണത്തിനൊപ്പം വികസനവും സംസ്ഥാന സർക്കാരിന്റെ പരാജയങ്ങളും എടുത്തു പറഞ്ഞാണ് അവസാന പ്രചരണ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് ചോദിച്ചത്. ഓഖി ദുരിതാശ്വാസത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നുവെന്നും തിരുവനന്തപുരത്തെ പ്രസംഗത്തിൽ മോദി പറഞ്ഞു. എന്നാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ശബരിമലയെക്കുറിച്ച് പറഞ്ഞ മോദി തിരുവനന്തപുരത്ത് ഇതേക്കുറിച്ച് മൗനം പാലിച്ചു. कांग्रेस के अध्यक्ष को संसद पहुंचने के लिए यहां वायनाड आना पड़ रहा है. इट इज नॉट पॉलिटिक्स बट इट इज ए सेल्फ इंटरेस्ट. 23 मई को जब फिर एक बार मोदी सरकार बनेगी तो कोर्ट से लेकर संसद तक हम आपकी आस्था के लिए लड़ेंगे. आस्था को संविधान संरक्षण दिलाने का काम हम करेंगे. आज यहां स्थिति ये बना दी गई है कि भगवान का नाम तक नहीं ले सकते. भगवान का नाम लेने पर यहां की कम्युनिस्ट सरकार झूठे केस करती है. വിശകലനവുമായി ടി ജി സജിത് ചേരുന്നു. സജിത്, പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് പറഞ്ഞത്? അതിന്റെ രാഷ്ട്രീയം എന്തൊക്കെയാണ്? കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയുടെ പേര് നേരിട്ട് പരാമർശിച്ചത് ഇല്ല എന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് കോൺഗ്രസിനെയും CPM-നെയും കൃത്യമായി കടന്നാക്രമിക്കുന്ന ശൈലി തന്നെ പ്രധാനമന്ത്രി സ്വീകരിച്ചു. വിശ്വാസ വിഷയത്തിൽ സംരക്ഷണം ഉണ്ടാകുന്നതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളുണ്ട്. അതിൽ ശബരിമല പേര് ഉൾക്കൊള്ളിച്ചില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓഖി വിഷയവും പ്രളയകാലത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരാജയമായിരുന്നു എന്നതടക്കമുള്ള കൃത്യമായ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിനും കോൺഗ്രസിനുമെതിരെ ഉന്നയിക്കാനാണ് മോഡി ശ്രമിച്ചത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാരിന് ലഭിച്ച ഫണ്ട് പോലും ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികളോടക്കം സർക്കാരിന് വേണ്ടത്ര നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് നരേന്ദ്രമോദി കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട്. ഇതിൽ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെ പുകഴ്ത്തുന്നതിനു വേണ്ടിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ കൃത്യമായി പരാമർശിക്കാനും യോഗത്തിൽ തയ്യാറായിട്ടുണ്ട്. കൃത്യമായും തിരുവനന്തപുരം മണ്ഡലത്തിലെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കം തന്നെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഈ പ്രസംഗത്തിലൂടെ ലക്ഷ്യമിട്ടു എന്ന കാര്യം വ്യക്തമാണ്. ഒപ്പം തന്നെ വിശ്വാസ വിഷയത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് രണ്ട് നയമെന്നുള്ളതാണ് നരേന്ദ്രമോദി ചൂണ്ടിപ്പറയുന്നത്. ഇതിന് പുറമെ സൈനിക നടപടി അടക്കമുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ CPM-ഉം കോൺഗ്രസും നടത്തുന്ന വിമർശന വിഷയങ്ങളും തിരുവനന്തപുരത്തെ പ്രസംഗത്തിൽ മോഡി പരാമർശ വിഷയമാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി ചൂണ്ടിപ്പറയുന്നത് സൈനിക നടപടിയെ വിമർശിക്കുകയാണ്. ഇത് സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ UPA സർക്കാർ പ്രതിരോധ മന്ത്രാലയത്തെ പണസമാഹരണത്തിനുള്ള മാർഗമായിട്ടാണ് ഉപയോഗിച്ചത്. കൃത്യമായി മോഡിയുടെ വാക്കുകൾ തന്നെ ഉപയോഗിച്ചാൽ അത് ATM മെഷീൻ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പ്രതിരോധ മന്ത്രാലയത്തെ ATM മെഷീനായി സർക്കാർ മാറ്റി, കഴിഞ്ഞ കോൺഗ്രസ് സർക്കാർ മാറ്റി എന്നതാണ് മോഡിയുടെ ആരോപണം. ഈ തരത്തിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനുമെതിരെ, അതായത് കേരളത്തിൽ അത് CPM-നുമെതിരെയുള്ള രൂക്ഷമായ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം പ്രസംഗം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം നടത്തിയതോടുകൂടി തന്നെ പ്രചരണ രംഗത്തൊരു മേൽക്കൈ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ പൊതുവിൽ BJP കേന്ദ്രങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിൽ അവസാന ലാപ്പിൽ വന്ന് കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് പ്രധാനമന്ത്രി മടങ്ങിപ്പോകുന്നത്. വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് വയനാട് തെരഞ്ഞെടുത്തു എന്ന ചോദ്യമാണ് നരേന്ദ്രമോദി ഉന്നയിക്കുന്നത്. തിരുവനന്തപുരമോ പത്തനംതിട്ടയോ പോലെയുള്ള BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന മറുചോദ്യം ഉന്നയിക്കുന്നു. ഒപ്പം CPM-നെ വിമർശിക്കാൻ തയ്യാറാവാത്ത രാഹുൽ ഗാന്ധിയുടെ ശൈലിക്കെതിരെയുമുള്ള രൂക്ഷ വിമർശനവും തിരുവനന്തപുരത്തെ പ്രസംഗത്തിൽ നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. സജിത്, തിരുവനന്തപുരം BJPയെ സംബന്ധിച്ച് വളരെയേറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലം. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രധാനമന്ത്രിയുടെ തന്നെ വാക്കുകൾ എടുക്കുകയാണെങ്കിൽ വിശ്വാസം സംരക്ഷിക്കാൻ പാർലമെന്റിലും നിയമ സംവിധാനങ്ങളിലും ഏതറ്റം വരെയും പോകും എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു. ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയായിരിക്കും തിരുവനന്തപുരത്ത് വോട്ടർമാർ എടുക്കുക അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുക? സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചതാണ് ശബരിമല വിഷയത്തിൽ കടുത്ത നീക്കങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകുമെന്ന്. പക്ഷേ
അദ്ദേഹം അയൽ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിച്ച രീതിയിലുള്ള പരാമർശങ്ങൾ ഇവിടെ നടത്തിയില്ല. പക്ഷേ അത് കോടതി മുതൽ പാർലമെന്റ് വരെ ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് ആ തരത്തിൽ നൽകാൻ അദ്ദേഹം തയ്യാറായി. ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം ഈ വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ കടുത്ത നിലപാടെടുത്ത സാഹചര്യത്തിലാണോ, അല്ലെങ്കിൽ CPM അടക്കമുള്ളവർ പ്രധാനമന്ത്രിയുടെ നിലപാടിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്, ഈ ഒരു സാഹചര്യത്തിലാണോ അദ്ദേഹം ശബരിമല എന്ന വാക്ക് ഉപയോഗിക്കാത്തത് എന്നത് സംശയമാണ്. എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ശബരിമല എന്ന വാക്ക് അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്ത് വന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയം വിശ്വാസ വിഷയമാണ്. BJP പ്രധാന ലക്ഷ്യമിടുന്നത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ് തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ അത് മുൻനിർത്തി വിശ്വാസ വിഷയത്തിൽ കൃത്യമായി തന്നെ നിലപാടെടുത്ത് തന്നെയാണ് നരേന്ദ്രമോദി പോയിട്ടുള്ളത്. ഇത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ രാഷ്ട്രീയം താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? അത് വിശ്വാസം, ഹിന്ദു വാദം എന്നിവ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കുക, ഏകീകരിക്കുക എന്നത് തന്നെയാണ് BJPയുടെ നയം. അത് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുക എന്നത് BJPയുടെ, നരേന്ദ്രമോദിയുടെ പ്രത്യേകിച്ച് ആത്മാർത്ഥമായ ലക്ഷ്യമായിരുന്നുവെങ്കിൽ ഈ വിവാദം ഉണ്ടായപ്പോൾ തന്നെ പാർലമെന്റിൽ നിയമം കൊണ്ടുവരാമായിരുന്നു. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം സുപ്രീം കോടതിയിലൊരു കൊടുക്കാമായിരുന്നു. സുപ്രീം കോടതിയെ സമീപിക്കാമായിരുന്നു. ഇതേക്കുറിച്ച് പുനർചിന്തനം നടത്തണം എന്ന ഒരു പരാതി കൊടുക്കാമായിരുന്നു. അത് ചെയ്തില്ല. ഓർഡിനൻസ് ഇറക്കിയില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാമായിട്ടും ചെയ്യാതിരുന്നത് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാം എന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാവും. പക്ഷെ ഭരണം കയ്യിലുണ്ടായിരുന്നപ്പോൾ ഒന്നും ചെയ്യാത്ത BJP ഇനിയിപ്പോ ചെയ്യും എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്നുള്ളത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണല്ലോ അതിന് പിന്നിലുള്ളതെന്ന് ആർക്കും മനസ്സിലാവും. പിന്നീട് BJPക്ക് വേറെ എന്താണ് പറയാനുള്ളത് എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ദേശീയ രംഗത്തെ രാഷ്ട്രീയം വരുമ്പോൾ ഒരു പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ, പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തുമ്പോൾ എന്താണ് 5 വർഷം കൊണ്ട് ചെയ്തത്, എന്താണ് ജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ, ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് തുടങ്ങിയ വികസനപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, അടിസ്ഥാന വികസനം സംബന്ധിച്ച വിഷയങ്ങൾ, അതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ ആരോഗ്യസ്ഥിതി, ഇല്ലിറ്ററസി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതേ ഇല്ല. നമ്മൾ കേരളത്തിൽ സമൃദ്ധിയുടെ നാടാണ് കേരളം. ഇവിടെ വന്നിട്ട് പോലും അത്രയും കാര്യങ്ങൾ പറയാൻ വയ്യാതെ വിശ്വാസത്തെ മാത്രം മുറുകെ പിടിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങൾ എങ്ങനെ കണക്കാക്കും? ഇത് ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന BJPയുടെ പഴയ ഒരു റെക്കോർഡ്, പഴയ ഒരു രീതി ഇവിടെയും പരീക്ഷിക്കുകയാണ്. ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടി ശ്രമിക്കുകയാണ്. അത് എത്ര കണ്ട് വിജയിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ജേക്കബ് ജോർജ്, ഇപ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കുന്നവർ എന്ന് താങ്കൾ പറഞ്ഞു, അത് എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാണുകയും ചെയ്യും. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വാഗ്ദാനം, കഴിഞ്ഞ പ്രകടന പത്രികയിലെ വാഗ്ദാനം, അത് തൊഴിലാവട്ടെ കള്ളപ്പണമാവട്ടെ, ആ വാഗ്ദാനം ഇപ്പോൾ ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചാണെങ്കിൽ രാമക്ഷേത്രം എന്ന വാഗ്ദാനം കാലങ്ങളായി പറയുന്നുണ്ട് BJP സംബന്ധിച്ചിട്ട്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ പ്രാവശ്യം ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ അധികാരമുണ്ടായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇനി ഞങ്ങൾ അധികാരത്തിലേറ്റിയാൽ പാർലമെന്റിലും കോടതിയിലും നിയമ പോരാട്ടം നടത്തുമെന്ന് പറയുന്നത് ജനങ്ങളെ എത്രമാത്രം യേശും? ഇതൊക്കെ എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ജനങ്ങൾ ഇതൊക്കെ അതേപോലെ വിശ്വസിക്കുമോ? അതെ, ആദ്യഘട്ടത്തിലൊക്കെ ഇപ്പോ LK അദ്വാനി രഥം ഓടിച്ചപ്പോൾ നാട്ടിലൊക്കെ പലയിടത്തും പ്രശ്നങ്ങളുണ്ടായി, ലഹളയുണ്ടായി. ആത്യന്തികമായിട്ട് അവസാനം ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് BJP ആ ഒരു ലെവലിലേക്ക് അധികാരത്തിലേക്ക് എത്തിയത്. പക്ഷെ അധികാരത്തിലേക്ക് എത്തുമ്പോഴെങ്കിലും അവർ നേരത്തെ ഉന്നയിച്ച ഈവൻ രാമക്ഷേത്രമെങ്കിൽ രാമക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ ഇന്ത്യയുടെ ദാരിദ്ര്യം തുടച്ചിരിക്കും? ഇന്ത്യയുടെ രൂക്ഷമായ പ്രശ്നം ഇവിടെ ക്ഷേത്രമല്ല എന്നുള്ളതാണോ? കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം, കേരളത്തിലെ ഹിന്ദുക്കളുടെ പ്രശ്നം തന്നെ നോക്കാം. കേരളത്തിലെ ഹിന്ദുക്കളുടെ അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുക എന്നതാണോ? തീർച്ചയായിട്ടും അതിലേക്ക് ഊന്നിയാണ് BJPയുടെ പ്രചരണം. ആ പ്രചരണത്തിന്റെ പാത്രത്വം ജനങ്ങൾ മനസ്സിലാക്കുമോ എന്നുള്ളതാണ്, ഹിന്ദുക്കൾ മനസ്സിലാക്കുമോ എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കാരണം കേരളത്തിൽ BJP കടന്നു വരുന്നതിന് തടയിടുന്ന പ്രധാന ശക്തി കേരളത്തിലെ ഹിന്ദുക്കൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ കുമ്മനം രാജശേഖരൻ BJPയുടെ സ്ഥാനാർത്ഥി,
പക്ഷേ അദ്ദേഹം ജയിക്കരുത് എന്ന് കരുതി പ്രവർത്തിക്കുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട്. ഹിന്ദു സമുദായത്തിൽപ്പെട്ട വിവിധ സമുദായങ്ങളിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലേക്ക് ശരിക്കും വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ കണക്കാക്കാൻ, അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ BJP ഇവിടെ പ്രസംഗത്തിലൂടെ നടത്തുന്നുണ്ടോ, സൂചന നൽകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമതൊരു കാര്യം കൂടി, പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ്, വളരെ കൃത്യമായി ആലോചിച്ചിട്ട് വോട്ട് ചെയ്യുകയാണോ അതോ ഒരു വൈകാരികതയുടെ മുകളിൽ വോട്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഈ വൈകാരികതയ്ക്ക് പ്രായോഗിക അല്ലെങ്കിൽ ചിന്തയേക്കാൾ സ്ഥാനം കിട്ടുന്നത് പല തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുമാണ്. ജേക്കബ് ജോർജ്, അത് വൈകാരികതയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പം BJPയുടെ അകത്തു നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, BJPയുടെ ഈ RSSന്റെ ഒക്കെ ഭാരവാഹികളാണ് ഈ വീട് തോറും കയറി ഇറങ്ങി നടക്കുന്നത്. ഹിന്ദുക്കളുടെ വീട് നോക്കി വെച്ച് അതിലേക്ക് കയറുക, അവരുടെ തങ്ങളോട് സംസാരിക്കുക, ശബരിമലയുടെ പ്രാധാന്യം അറിയിക്കുക. ഒരു തവണ സംസാരിച്ചു, വീണ്ടും രണ്ടാമത് തവണ അതേ ആൾക്കാർ ചെന്നിട്ട് വീണ്ടും, അല്ലെങ്കിൽ വേറെ ടീം ചെന്നിട്ട് വീണ്ടും ശബരിമല വിഷയം എടുത്തു. 4ഉം 5ഉം തവണ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ടവർക്ക് മടുത്തു പോവുകയല്ലേ. എന്നും ഇത് തന്നെ, ഇവർക്കൊന്നും ഒരു പുതിയ കാര്യം പറയാനില്ലല്ലോ. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജനങ്ങൾ, നിങ്ങളുടെ അടുത്ത തലമുറയുടെ ആരോഗ്യ വിഷയങ്ങൾ, സമൂഹം മൊത്തം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ, അതേക്കുറിച്ച് ശ്രീ ജേക്കബ് ജോർജ് ആണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ സംസാരിച്ചത്. ശ്രീ ആനത്തലവട്ട ആനന്ദൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ ആനത്തലവട്ട ആനന്ദൻ, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കേരള സർക്കാരിനെ പല രീതിയിലും ആരോപിച്ചുകൊണ്ട് വിശ്വാസത്തെ ഏതറ്റം വരെയും സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ രാഷ്ട്രീയമായി എങ്ങനെ കാണുന്നു? രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം ഇന്ത്യൻ ഭരണഘടനയോടും നിയമവാഴ്ചയോടുമാണ്. ഇന്ത്യയുടെ മതേതരത്വം കാത്തുരക്ഷിക്കലും സ്വാതന്ത്ര്യവും ജനാധിപത്യവും കാത്തുരക്ഷിക്കലുമാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ ആധാരശില. ഇക്കാര്യത്തിൽ ശ്രീ മോഡി ഗവൺമെന്റ് അട്ടർ ഫെയിലുവറാണ്. അതിനെയൊക്കെ തകർക്കുകയാണ്. ഭരണഘടന മാറ്റണമെന്നാണ് അവർ പറയുന്നത്. ഈ ഭരണഘടന കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. മതേതരത്വം എടുത്തു കളയണമെന്നാണ് പറയുന്നത്. ജനാധിപത്യ അവകാശം നിരസിച്ചുകൊണ്ട് ഒരു ഏകാധിപത്യ വാഴ്ചയിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന്റെ പരിശ്രമം. അദ്ദേഹം പ്രധാനമായി പറയേണ്ടിയിരുന്ന അദ്ദേഹം 5 വർഷക്കാലം നടത്തിയ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കണമായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രധാന നടപടിയായിരുന്നു നോട്ട് അസാധു വാക്കൽ. ആ നോട്ട് അസാധു വാക്കലിന്റെ ഫലമായിട്ട് ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഫൈനാൻസ് അഡ്വൈസർ ആയിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യം രാജിവെച്ചിട്ട് പറഞ്ഞു. ക്രൂരമായ ഒരു നടപടിയായിപ്പോയി. ഞാൻ ഈ പണിക്ക് ഇനിയില്ല, എന്നോട് പോലും ചോദിക്കാതെയാണ് ചെയ്തത്. നോട്ട് അസാധുവാക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രമുഖ സ്പോക്സ്മാനും പ്രമുഖ അഭിഭാഷകമായ കപിൽ സിബൽ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഒരു കാര്യം പറഞ്ഞു. നോട്ട് അസാധുവാക്കുന്നതിന് 6 മാസം മുമ്പ് വിദേശത്ത് 3 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ട് അടിച്ചു. അത് ഇവിടെ 3 ലക്ഷം കോടി 3 സീരിയലായി അടിച്ചതിൽ നേതൃത്വം കൊടുത്തത് 2 പേർക്ക് അറിയാവൂ, മോദിക്കും അമിത്ഷായ്ക്കുമാണ്. ഇവർ 2 പേർ അറിഞ്ഞാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയാണ് പത്രസമ്മേളനം നടത്തിയത്. അതിൽ ഒപ്പിട്ടത് അന്നത്തെ ഗവർണർ അല്ല, പിന്നീട് നിയമിക്കപ്പെട്ട ഗവർണർ. 2016 നവംബർ മാസം 8-ാം തീയതിയാണ് നോട്ട് അസാധുവാക്കിയത്. നവംബർ 9-നോ 10-നോ ആണ് ഈ ഊർജിത് പട്ടേലിനെ നിയമിക്കുന്നത്. അതുവരെ രഘുറാം രാജനായിരുന്ന ഗവർണർ. ഈ ഊർജിത് പട്ടേലിനെ കൊണ്ട് 6 മാസം മുമ്പ് ആ നോട്ടിൽ ഗവർണറുടെ സ്ഥാനത്ത് ഒപ്പിടിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് നോട്ട് അസാധുവാക്കിയ പിറ്റേ ദിവസം ഊർജിത് പട്ടേലിനെ ഗവർണറാക്കി. എന്തൊരു അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത്. എന്തൊരു ഗൗരവമായ സ്ഥിതിവിശേഷമാണ് ഇത്. കപിൽ സിബൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരക്ഷരം അമിത്ഷായോ മോഡിയോ ഇത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയണ്ടേ? ശ്രീ ആനത്തലവട്ട ആനന്ദൻ ആണ് പ്രതികരിച്ചത്. വികസന വിഷയങ്ങളെക്കുറിച്ച് അല്ല അദ്ദേഹം സംസാരിക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും വലിയ ആവേശമാണ് BJP പ്രവർത്തകർക്ക് ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ വിമർശനങ്ങൾ മറുഭാഗത്തും.